പ്രൈസ് ഗാഡ്. അനുഗ്രഹീതമായ നല്ല ആരാധനയ്ക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് വേണ്ടി നേതൃത്വം നൽകുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് വിശേഷാൽ പ്രാർത്ഥിക്കുകയാണ്. പ്രാരംഭമായി ദൈവസന്നിധിയിലൊരു അനൗൺസ്മെൻറ്റ് ഞാൻ ഓർപ്പിക്കുന്നത്, ഈ വരുന്ന ആഴ്ച നമ്മുടെ ഫാസ്റ്റിംഗ് വീക്കാണ്. അതുകൊണ്ട് മൺഡേ തൊട്ട് പ്രെയർ ഉണ്ടായിരിക്കും. മൺഡേ മുതൽ എല്ലാ ദിവസവും ഈവനിങ്ങിൽ സൂമിലൂടെ പ്രാർത്ഥന നടത്തുവാൻ ദൈവസന്നിധിയിൽ വിശേഷാൽ പ്രത്യേകമായ കർത്താവ് നിയോഗം തന്നിരിക്കയാൽ എല്ലാ ദൈവമക്കളും വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്നോ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലോ ഈ ഫാസ്റ്റിംഗ് പ്രെയറിൽ ജോയിൻ ചെയ്യുവാനായിട്ട് വിശേഷാൽ ഓർപ്പിക്കുന്നു. ഒത്തിരി പ്രാർത്ഥന ആവശ്യമുള്ള ദിനങ്ങളാണ് എന്ന് നമുക്ക് നന്നായിട്ടറിയാം. നമ്മുടെ പ്രാർത്ഥന ഒട്ടും കുറഞ്ഞു പോകരുതെന്ന് ദൈവാത്മാവ് വളരെ ശക്തമായ ദൂതുകളും ആലോചനകളും ഒക്കെ നമുക്ക് നൽകി തന്നതുകൊണ്ട് പ്രാർത്ഥന ആ വലയത്തിൽ നിന്ന്, വിങ്ങിൽ നിന്ന് നിങ്ങളാരും മാറിയിരിക്കാനിടയാകരുത്. അതുകൊണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം 1 മണിക്കൂർ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ ദിവസവും 7 മുതൽ 8 മണി വരെ ഈവനിങ്ങിൽ നടത്തപ്പെടുന്ന ഫാസ്റ്റിംഗ് പ്രെയറിൽ മൺഡേ മുതൽ തേഴ്സ്ഡേ നൈറ്റ് വരെ നമ്മൾ ആ സെഷൻ ഉണ്ടായിരിക്കും. ഫ്രൈഡേ, സാറ്റർഡേ ഇവിടെ വെച്ച് ആരാധന ഉണ്ടായിരിക്കും. ഫ്രൈഡേ, സാറ്റർഡേ നമ്മുടെ ചർച്ചിൽ വെച്ച് ഈവനിങ്ങിൽ 7 to 8:30 നമ്മുടെ മീറ്റിംഗ് ഉണ്ടായിരിക്കും. എല്ലാ ദൈവമക്കളും അതിൽ വന്ന് സംബന്ധിക്കണമെന്നും വിശേഷാൽ ഓർപ്പിക്കുന്നു. നിങ്ങളുടെ എല്ലാ പ്രോഗ്രാമുകളും ഒരാഴ്ചത്തേക്ക് നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒന്ന് അടുത്ത ആഴ്ചത്തേക്ക് നിങ്ങൾക്ക് മൂവ് ചെയ്തിട്ട് ഈ ആഴ്ച ഉപവസിപ്പാൻ, പ്രാർത്ഥിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ എല്ലാവരെയും ബലപ്പെടുത്തുമാറാകട്ടെ. ഫാസ്റ്റിംഗ് ഇരിപ്പാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർ അതിനുവേണ്ടി തയ്യാറെടുക്കുവാൻ ഓർപ്പിക്കുന്നു. ഇതിലേതെങ്കിലും ദിവസം നിങ്ങളുടെ ഭവനങ്ങളിൽ ഒരു പ്രെയർ വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ വരും ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ വെച്ചും പ്രെയർ നടത്തപ്പെടുന്നതാണ്. അതിനായി ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങൾ വായിച്ച് വേഗത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. ആക്ച്വലി 1 മുതൽ 13 വരെയുള്ള വേദഭാഗങ്ങൾ ശുശ്രൂഷിപ്പാനാണ് ഞാൻ ആഗ്രഹിച്ചത്. എന്നാൽ നമ്മുടെ മുമ്പിൽ അധിക സമയമില്ലാത്തത് കൊണ്ട് 3 വാക്യങ്ങൾ മാത്രം വായിച്ച് അതിൽ നിന്ന് ചില ദൈവിക ആലോചനകൾ പങ്കിട്ട് ഇരിപ്പാൻ താല്പര്യപ്പെടുന്നു. ആക്ട്സ് ചാപ്റ്റർ 13 വേഴ്സസ് 1 to 3. Acts chapter 13 verses 1 to 3. Now in the church that was at Antioch there were certain prophets and teachers: Barnabas, Simeon, who was also called Niger, Lucius of Syrian, Manaen, who had been brought up with Herod the Tetrarch, and Saul. As they ministered to the Lord and fasted, the Holy Spirit said, "Now separate to me Barnabas and Saul for the work to which I have called them." Then, having fasted and prayed and laid hands on them, they sent them away. അപ്പോസ്തല പ്രവൃത്തി പുസ്തകത്തിലെ വളരെ പ്രത്യേകകരമായ ഒരു ടേണിംഗ് പോയിന്റിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. In the book of Acts, this is a turning point, chapter 13. വളരെ മനോഹരമായ ഒരു ചാപ്റ്ററാണ്. എല്ലാ വാക്യങ്ങളും വിശദീകരിപ്പാൻ നാം താല്പര്യപ്പെടുന്നില്ല. തുടർന്നുള്ള ചില അധ്യായങ്ങൾ പൗലോസിൻ്റെ മിഷണറി യാത്രകളും പരിശുദ്ധാത്മാവ് ചിലരെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിയോഗിച്ച് അയക്കുന്നതുമായ വിഷയങ്ങളൊക്കെ ആയതുകൊണ്ട് വേഗത്തിൽ നാം ഈ ചാപ്റ്ററുകൾ തുടർന്നുള്ള ചാപ്റ്ററുകൾ അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. Chapter 13 is a very beautiful chapter, and after this we see chapters where we see the ministry journey of Paul, and those areas we will not pay too much of attention, but here we would. കർത്താവായ യേശുക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞ ഒരു കൽപ്പനയായിരുന്നു, നിങ്ങൾ എൻ്റെ സാക്ഷികൾ ആകണം എന്നുള്ളത്. And after the death of Jesus and after he resurrected, this was the commandment that he gave to his disciples, that you should be witnesses of me. നിങ്ങൾ ശമര്യയിലും
യഹൂദിയയിലും യെരുശലേമിലും യഹൂദിയയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷികളാകണമെന്ന് കർത്താവ് പറഞ്ഞു. And Jesus told them that they have to go to Jerusalem and all Judea and Samaria and to the ends of the world and be witnesses of Christ. നമ്മൾ പഠിച്ച ചാപ്റ്റർ 12 വരെ യെരുശലേമിലെയും യഹൂദിയയിലെയും ശമരിയ വരെ കർത്താവിൻ്റെ സുവിശേഷവുമായി ദൈവത്തിൻ്റെ ഭക്തന്മാർ എത്തിച്ചേർന്നത് നമുക്ക് പഠിക്കുവാൻ കഴിയും. Until this 12th chapter we see that anointed men of God, they go to Jerusalem, Judea and Samaria and they spread the അവർ gospel. വചനവുമായി യെരുശലേമിലും യഹൂദിയയിലും ശമരിയയിലും വരെ എത്തി. And they went with the scripture to Jerusalem, Judea and Samaria. എന്നാൽ ഇവിടെ 13-ാം അധ്യായം തൊട്ട് ദൈവത്തിൻ്റെ കൽപ്പനയുടെ അടുത്ത ഒരു പടിയുടെ ആരംഭം കുറിക്കുകയാണ്. But from chapter 13 we see that this is the next level of the commandment of the Lord Jesus. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷികളാകുവീൻ. And Jesus said that you have to go to the ends of the world and be witnesses of ആ me. വാഗ്ദത്ത വചനം നിവൃത്തിയാകുവാൻ സമയമായതാണ് 13-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുന്നത്. And we see that prophetical promise that the Lord has given them, that is being fulfilled in chapter 13. ഇവിടെ ഒരു പ്രത്യേക അനുഭവത്തെ ആരംഭത്തെ നമുക്ക് കാണുവാനായി And കഴിയുന്നു. here we see a different beginning. ഒരു പേഗൻ സിറ്റിയായിരുന്ന അന്തോക്യയിൽ ദൈവത്തിൻ്റെ വചനം ആയി ദൈവസഭയായി കൂടി വരുന്ന ഒരു കൂട്ടത്തെ നമുക്കവിടെ കാണുവാനായി കഴിയും. And here we see a certain group of people. They have a church at Antioch, which is a pagan city. ആ സിറ്റിയെ ഒരു ഒരു കമ്മിറ്റ്മെൻറ്റോടെ ഏറ്റെടുത്തുകൊണ്ട് അവിടെ പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കളെയും നമുക്കവിടെ കാണുവാനായി. And here we see a group of people who have taken the commitment to take over this church and they are praying for the people in the city. അവരുടെ പ്രാർത്ഥനയും അവരുടെ ഉപവാസ പ്രാർത്ഥനയും ഒക്കെ ആ ദേശത്ത് വളരെ ഇമ്പാക്റ്റ് ചെയ്തു എന്നുള്ളത് തുടർന്നുള്ള അധ്യായങ്ങളിലും തുടർന്നുള്ള വാക്യങ്ങളിലൊക്കെ നമുക്ക് വായിപ്പാൻ കഴിയുന്നുണ്ട്. And we understand that their fastings and the prayers, it had much impact to the city, and that we see in the continuing verses. ഒരു വൈബ്രന്റ് ആയിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ദൈവസഭ അന്ത്യോക്യയിൽ ആമേൻ ഉടലെടുക്കുന്നത് സംഭവിക്കുന്നത് നമുക്കവിടെ കാണുന്നുണ്ട്. And here we see that there is a vibrant and there is a very strong church that is being established in the city of Antioch. ഈ സഭ ഇവിടെ ആരംഭിക്കുമ്പോൾ ആ ദേശം ഞാൻ ഓർപ്പിച്ചതുപോലെ ഒരു പേഗൻ കമ്മ്യൂണിറ്റി ആണെങ്കിലും അവിടെ ദൈവത്തിന്റെ വചനം ശക്തമായി പരിവർത്തിക്കുകയാണ്. And even though this was a pagan community, we see that when the church of the Lord is established there, it is being working around the people out there. ഇവിടെ പറഞ്ഞിരിക്കുന്ന ചില ആളുകളുടെ പേരുകൾ നമുക്ക് അവിടെ കാണാം. അവരെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അവർ മിക്സ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ മിക്സ്ഡ് ഗ്രൂപ്പ് പീപ്പിൾ ആയിട്ട് നമുക്ക് അവിടെ കാണുവാനായി കഴിയുന്നുണ്ട്. And here we see a mixed group of people and they are mentioned in verses 1 and 2. ഇതിന്റെ അർത്ഥം പറഞ്ഞാൽ ദൈവസഭയ്ക്കകത്ത് പല രീതിയിലുള്ള പല കമ്മ്യൂണിറ്റിയിലുള്ള പല സ്വഭാവത്തിലുള്ള പല ജാതിയിൽ നിന്നുള്ള ആളുകളെ നമുക്ക് അവിടെ കാണുവാനായി കഴിയും. So which means we see that in this church there are a lot of people and they are from mixed communities. അങ്ങനെ അത്തരത്തിലുള്ള ഒരു മിക്സ്ഡ് കമ്മ്യൂണിറ്റി ആയിരുന്നു, സഭയായിരുന്നു അന്ത്യോക്യയിലുള്ള സഭയും ആ ദേശവും അങ്ങനെ തന്നെയായിരുന്നു. And so the church of God in Antioch was also in the same manner. They had people from different communities. നമ്മൾ വായിച്ച വേദഭാഗത്ത് നമുക്കൊരു മനുഷ്യനെ കാണാൻ കഴിയുന്നുണ്ട്, മനായോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി. And here also we see a man named Manaen. അവനെ കുറിച്ച് നമുക്കൊരു പ്രത്യേകത കാണാൻ കഴിയുന്നുണ്ട്. ഒരു മനുഷ്യൻ മനായൻ, അവൻ ഇടപ്രഭുവായ ഹെരോദാവിനോട് കൂടെ വളർന്ന മനായൻ. And here we see that Manaen, who had been brought up with Herod the Tetrarch. എന്താണ് അതിന് അവിടെ ഒരു പ്രത്യേകമായി ആ ഒരു ഇൻട്രഡക്ഷൻ അവന്റെ പേരിന് മുമ്പിൽ കൊടുക്കുവാനിടയായി. And why is that there is an introduction to this particular person in here? ബാക്കിയുള്ളവരുടെ പേരുകളൊക്കെ എഴുതുമ്പോൾ അവരുടെ പേരെഴുതി അവരുടെ സ്ഥലത്തിന്റെ പേരെഴുതി അല്ലെങ്കിൽ അങ്ങനെ ആ ഭാഗം അവർ അവസാനിപ്പിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ പേരെഴുതുമ്പോൾ മറ്റൊരു രാജാവിന്റെ പേരും കൂടെ ചേർത്തെഴുതുകയാണ്. And here we see that all the other people who are listed here, it is about their place and about their name and the place that they belong to. But for this person, they give more importance to who he is. അവിടെ എഴുതിയിരിക്കുന്ന ഇടപ്രഭുവായ ഹെരോദാവോട് കൂടെ വളർന്ന മനായേൽ. And here we see that Manaen was a person who was brought up with Herod the Tetrarch. എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ്? What is the importance of this? വളരെ പ്രത്യേകമായ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട്. There is a very peculiar incident that ഈ happens ഹെരോദാവിനെ here. കുറിച്ച് നിങ്ങൾ പഠിച്ചാൽ If you study about Herod, അവൻ ഒരു ഈവിൽ രാജാവായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ we കഴിയും. understand that he was an evil king. അവനായിരുന്നു
യോഹന്നാൻ സ്നാപകന്റെ തല മുറിച്ചു മാറ്റുവാനായി അനുവാദം കൊടുത്ത രാജാവ് എന്ന് നമുക്ക് കാണുവാനായി And കഴിയുന്നു. we see that this King Herod who gave permission for John the Baptist to be slain. ആമേൻ. അവന്റെ യേശു കർത്താവിന്റെ കഷ്ടാനുഭവത്തോട് ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ അവൻ കൽപ്പന പുറപ്പെടുവിച്ച രാജാവായിരുന്നു എന്ന് നമുക്ക് കാണുവാനായി കഴിയുന്നു. And we see that it is the same King Herod who gave commandment and which led to the crucifixion of the Lord Jesus. ഞാൻ എന്താ നിങ്ങളോട് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. I know that you know what I'm going to talk about. രണ്ട് വ്യക്തികൾ ഒരേ സമയം വളർന്നു വന്ന രണ്ട് വ്യക്തികൾ. And now we see two people who were brought up in the same circumstances. ചെറുപ്രായം മുതൽ ഒരുമിച്ച് കളിച്ച് വളർന്ന് വന്ന രണ്ട് വ്യക്തികൾ. And we see that both of them, they were brought up in the same circumstances. പക്ഷേ അന്ത്യോക്യ സഭയിൽ ദൈവത്തിന്റെ സുവിശേഷീകരണത്തിനായി ദൈവം ഉപയോഗിച്ചത് ഹെരോദാവ് രാജാവിനെ അല്ല, അതിന് പകരം മനായേൽ എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യനെയായിരുന്നു. But here we see that the Lord did not use King Herod for the gospel to be proclaimed in the city of Antioch. Rather, he used a common man named Manaen. മനായേലിനെയും ഹെരോദാവിനെയും കൂടെ ചേർത്ത് നമുക്കൊന്ന് ചിന്തിക്കാം. Now we have to compare Manaen and King Herod. ഒരുത്തൻ ഒരു wicked ruler-ആയി വളർന്നു വരുന്നു. And here we see one person, he has grown to be a wicked leader. മറ്റൊരുത്തൻ ഔട്ട്സ്റ്റാൻഡിംഗ് പേഴ്സണായി ക്രിസ്ത്യനായി വളർന്നു വരുന്നു. And here we see another person who's being brought up as an outstanding Christian. രണ്ടുപേരും ഒരു പശ്ചാത്തലത്തിൽ ഒരു ദേശത്ത് നിന്ന് വളർന്നു വന്നവരാ. Both of them, they grew up from the same circumstances and from the same place. പക്ഷേ അവരുടെ രണ്ടുപേരുടെ കാഴ്ചപ്പാടുകൾക്ക് But വ്യത്യാസമുണ്ടായിരുന്നു. we see that their insights were different. ആമേൻ. പലപ്പോഴും നമ്മെ അലട്ടുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. There is some things that really hinder us sometimes. നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മെ അലട്ടുന്ന ഒരു ചിന്തയുണ്ട്. There is a thought that hinders our family life. നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ നമ്മെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു ചിന്തയുണ്ട്. There is a thought that hinders our professional life. നമ്മളായിരിക്കുന്ന രാജ്യത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ചുറ്റുപാടുകൾ സമൂഹത്തിൽ നമ്മെ അലട്ടുന്ന വേദനിപ്പിക്കുന്ന ഒരു ചിന്തയുണ്ട്. There is a thought that hinders us when it comes to the place that we live in and the society in which we live. ഞാനായിരിക്കുന്ന ഈ സാഹചര്യത്തോട് എങ്ങനെ ഞാൻ ഇടപഴകി ജീവിക്കാൻ പറ്റും? The question is, how will I be able to gel with the circumstances that I am in? ഞാനായിരിക്കുന്ന കുടുംബ ജീവിതത്തിൽ ആമേൻ ഞാൻ ഒരു കാഴ്ചപ്പാട് മറ്റേ വ്യക്തിക്ക് മറ്റൊരു കാഴ്ചപ്പാടിൽ എങ്ങനെ എൻ്റെ ആത്മീക ജീവിതം ക്രിസ്ത്യൻ ലൈഫിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും? And in my family life, when myself and my partner, we have two different insight. How can I build my Christian life? എൻ്റെ ജോലി സ്ഥാനത്ത് എനിക്ക് ആമേൻ ഒരു കാഴ്ചപ്പാടുണ്ട്, അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ എൻ്റെ ആമേൻ ആയിരിക്കുന്ന സ്ഥാനത്ത് എൻ്റെ ജോലിയുടെ പൊസിഷൻ അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട ജോലികൾ അതിന് അതിര് കടന്നു പോകുന്ന ഒരു സാഹചര്യമാണെങ്കിൽ എങ്ങനെ ഞാൻ അതിനെ അഭിമുഖീകരിക്കും? I have a certain perspective when it comes to my career, but how can I overcome it if that is not what my work demands me? ഈ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർ ഇന്ന് പകൽക്കാലം ഇതിനകത്തുണ്ടായിരിക്കാം. There might be so many people who are going through this circumstance today. നമ്മോട് കൂടെ വളർന്നു വന്നവൻ അവൻ മറ്റൊരു വഴിയിലൂടെ അവൻ തിരിഞ്ഞു പോകുമ്പോൾ, And when we see that people who grew with us, they go to a different direction. ഇന്ന് പകൽ ദൈവസന്നിധിയിലിരിക്കുന്ന ദൈവപൈതലിനെ ആശ്വസിപ്പാൻ, ആമേൻ സന്തോഷിപ്പാൻ, അഭിമാനിക്കാൻ വഴിയുണ്ട്. എൻ്റെ ദൈവം എന്നെ തിരിച്ച് ഈ രീതിയിൽ ഈ വഴിയിൽ കൊണ്ടുവന്ന ദൈവഹിതത്തിനായി ദൈവത്തിന് നന്ദി പറയുവാനിടയായി തീരും. But us, we can always be proud of the fact that the Lord has taken us in this direction because it was His plan and His purpose. ദൈവം തന്റെ വഴിയിൽ നമ്മെ നടത്തും. The Lord will direct us in His path. നിന്റെ വഴി ആരുടെ മേൽ ഭരമേൽപ്പിക്കണം? യഹോവയുടെ മേൽ ഭരമേൽപ്പിക്ക, അവൻ നിന്റെ വഴിയെ നിവർത്തിച്ചു തരുവാനിടയായി തീരും. That is why it says that in all your ways you acknowledge Him and He will direct your path. ഒരു മറുപടിയും കൂടെ വാക്യത്തിൽ നിന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. There is one more answer in this verse that I would like to mention. ഒരുവന്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ ദൈവം അവന്റെ വഴിയെ സ്ഥിരമാക്കുന്ന ദൈവമാണെന്ന് വചനം പഠിപ്പിക്കുന്നത്. If the Lord pleases in one's direction and one's path, the Lord will straighten that path for the person. എന്നാൽ ഒരുവന് തന്റെ വഴിയിൽ ആമേൻ അഭിമാനം തോന്നിയാൽ അവന്റെ വഴി നാശകരമായ വഴിയാകുന്നുവെന്നാണ്. At the same time, if a person takes pride
pride in his own path, that path will lead him to destruction. അതുകൊണ്ട് നമ്മുടെ വഴി ദൈവത്തിന്റെ കയ്യിൽ ഫലമേൽപ്പിപ്പാനിടയായി And തീരട്ടെ. because of that, let's give our path to the Lord. അവിടെ ഒരു പോയിന്റും കൂടെ ഞാൻ പറഞ്ഞിട്ട് നിർത്തുകയാണ്. There is one more point that I would like to remind from this verse. ചിലപ്പോൾ നമ്മളായിരുന്നു ആ തിരിഞ്ഞു പോകേണ്ട മറ്റൊരു വഴിയിൽ പോകേണ്ട വ്യക്തി. Maybe it might have been a chance that we would have been the person who should have gone in the different direction. അല്ലെ, ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. Let us think about it in that കുറെ manner. കാലങ്ങൾ നമ്മൾ തിരിഞ്ഞു പോയ വ്യക്തിയല്ലേ? To certain extent, we were also in a different direction. കർത്താവിൽ നിന്ന് അകന്നു പോയില്ലേ? And we have gone astray from the Lord. ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്നൊന്നും പിടിവിട്ടുപോയ കാലങ്ങൾ ഉണ്ടായിരുന്നില്ലേ? There are times when we did not have control over our life. ദൈവത്തെ അറിയാതെ പോയ ഒരു കാലഘട്ടമില്ലേ? There was a time when we did not know our Lord. ദൈവത്തെ അറിഞ്ഞിട്ടും അറിയാത്തവനെ പോലെ നടന്ന ഒരു കാലഘട്ടമില്ലേ? There was a time when we pretended that we did not know the Lord. പക്ഷെ കൃപയാൽ സ്വർഗ്ഗം നമ്മെ ഈ വഴിയിലൂടെ കൊണ്ടുവന്നതോർത്ത് ഇന്ന് പകൽ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം And ചെയ്യുവാനിടയായി it is His grace that He brought us back to this path, and let us thank the Lord for His കാരണം കർത്താവ് blessing. നമ്മെ തിരഞ്ഞെടുത്തത് കൊണ്ടാ. It is because the Lord has chosen us. കർത്താവിന് വേണ്ടി കൊള്ളാവുന്ന ഒരു വ്യക്തിയായി മാറ്റി കർത്താവിന്റെ വഴിയെ നമ്മെ കൊണ്ടുപോകുന്ന ദൈവഹിതത്തിനായി നന്ദി പറയുവാനിടയായി Let തീരണം. us thank God that the Lord has chosen us and is directing us in the path of the Lord. രണ്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാ കാണാൻ കഴിയുന്നത്. And we see in verses 2, അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ as they ministered to the Lord and fasted. വളരെ പ്രത്യേകരമായ ഒന്ന് രണ്ട് സംഭവങ്ങൾ അവിടെ പറഞ്ഞിട്ട് ആ വാക്യം നമ്മൾ അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. There are certain peculiar things that we should remember before we get into this verse. മലയാളത്തിൽ അവർ കർത്താവിനെ ആരാധിച്ചു എന്ന് എഴുതിയിരിക്കുമ്പോൾ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന അവർ കർത്താവിനെ മിനിസ്റ്റർ ചെയ്തു എന്നാണ്. And in English we Verse see 2. that the Lord they ministered to the Lord. ആമേൻ. ആ വാക്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. That is what we see in this book. എങ്ങനെ കർത്താവിനെ ശുശ്രൂഷിക്കാൻ കഴിയും? How can you minister to the Lord? നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മുടെ മുമ്പിലുള്ള കോൺഗ്രിഗേഷനെ ശുശ്രൂഷിക്കാനാണ്. We all like to minister in front of the congregation that we belong to. ദൈവം നമുക്ക് തന്നിരിക്കുന്ന കഴിവുകളും ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാക്കുകളും ദൈവം നമുക്ക് തന്നിരിക്കുന്ന അഭിഷേകവും ദൈവത്തിന്റെ വചനവും ഒക്കെ വെച്ച് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആളുകളോട് ശുശ്രൂഷിക്കാൻ നമുക്ക് വളരെ ഇഷ്ടമാണ്. അത് നമ്മൾ വളരെ സക്സസ്ഫുൾ ആയി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കർത്താവ് നമുക്കതിന് അവസരം തരുന്നുണ്ട്. The Lord is giving us opportunities, and we are able to successfully minister in front of the congregation that we are in with the talents that the Lord has given us. നമുക്ക് അന്യോന്യം മിനിസ്റ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട്. And we are able to minister to each other. നമ്മുടെ കോൺഗ്രിഗേഷനിൽ ഉള്ളവർക്ക് വ്യക്തിപരമായി സ്നേഹത്തിലൂടെ സമാധാനത്തിലൂടെ അവരെ ആശ്വസിപ്പിക്കാൻ അവരെ ബലപ്പെടുത്തുവാൻ മിനിസ്റ്റർ ചെയ്യുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. We are able to minister to the people around us in our congregation, and we are able to strengthen them. ദൈവം നമുക്കൊരു പ്രത്യേക ഡിസേണിംഗ് സ്പിരിറ്റ് തന്നിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ കണ്ണിൽ നോക്കിക്കൊണ്ട് തന്നെ ആ വ്യക്തി കടന്നു പോകുന്ന ഒരു സാഹചര്യം ഭാരമേറിയതാണ്, പ്രതികൂലമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ നിനക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് പറയാൻ പോലുമുള്ള കൃപ പ്രാപിച്ച ദൈവമക്കളാണ് നമ്മൾ. And the Lord has given us the discerning spirit to look at the person's eye and say that you are going through a difficult situation, and so because of that may I pray for you. അങ്ങനെ ആമേൻ കടന്നു പോകുന്നവരുടെ ഇടയിൽ മിനിസ്ട്രി ചെയ്യുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. അതൊരു നല്ല മിനിസ്ട്രി തന്നെയാണ്. And the Lord likes it when we minister to those kind of people, and the Lord allows us to do such kind of ministry. ദൈവസഭ അത് നിശ്ചയമായും ചെയ്യണം. And we have to do that as a church of God. പക്ഷേ എന്റെ ചോദ്യം ഇവിടെ ഇതാണ്. But the question that I have is different. ഇവിടെ അവർ എഴുതി വെച്ചിരിക്കുന്നവർ കർത്താവിനെ ശുശ്രൂഷിച്ചു എന്ന്. And here we see that they minister to the Lord. എങ്ങനെ കർത്താവിനെ നമുക്ക് മിനിസ്റ്റർ ചെയ്യാൻ പറ്റും? How can we minister to the Lord? ഒന്ന്, ആരാധനയിലൂടെ. First is through our worship. രണ്ട്, പ്രൈസ് ആൻഡ് വർഷിപ്പ്, പ്രൈസിലൂടെ. And next is through our praises. മൂന്ന്, പ്രാർത്ഥനയിലൂടെ. And third is through our prayer. ഇത് മൂന്നുമാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രാധാന്യമേറിയ ഘടകങ്ങൾ. And these are the three factors that helps us to please the Lord and minister to Him. ഇന്ന് പകൽ ആരാധനയ്ക്ക് കടന്നു വന്നിരിക്കുന്ന ദൈവദാസീദാസന്മാരെ, To the children of God who are present here to worship the Lord. നിങ്ങൾ മനുഷ്യന്റെ മുമ്പിൽ മിനിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് വളരെ പ്രാധാന്യത്തോടെ ചെയ്യേണ്ട ഒന്നാണ് ദൈവത്തിന്റെ മുമ്പിൽ മിനിസ്റ്റർ ചെയ്യുക എന്നുള്ളത്. Before you minister to the people, you have to minister to the Lord. മനുഷ്യരുടെ മുമ്പിൽ നമുക്ക് മിനിസ്റ്റർ ചെയ്യാൻ നമുക്ക് കാര്യം കൊണ്ടും
കൊണ്ടും കഴിവ് കൊണ്ടും പ്രാഗൽഭ്യം കൊണ്ടും എക്സ്പീരിയൻസ് കൊണ്ടും കഴിയും. പക്ഷെ ഇതൊന്നും കൊണ്ടും കഴിയാത്ത ഒരു സ്ഥലമാണ് ദൈവത്തിന്റെ മുമ്പിൽ മിനിസ്റ്റർ ചെയ്യുക എന്നുള്ളത്. And we can minister in front of the people with the talents that we have, but that is not how we minister in front of the Lord. എങ്ങനെ കർത്താവിന്റെ മുമ്പിൽ മിനിസ്റ്റർ ചെയ്യാൻ പറ്റും? How can we minister to the Lord? ആമേൻ. റോമാലേഖനങ്ങളിൽ വിളിച്ചു പറയുന്ന സഹോദരന്മാരെ, നിങ്ങൾ ആമേൻ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ആമേൻ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. And Romans say that you have to use your bodies holy and acceptable to the Lord. ഏതാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ആരാധന? What kind of worship does the Lord please? നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ആരാധന. It is when we surrender ourselves to the അതാണ് Lord. ദൈവത്തിന് പ്രസാദമുള്ള ശ്രേഷ്ഠകരമായ ആരാധന എന്ന് And പറയുന്നത്. that is the privilegious kind of worship that we have to give to the അതായിരിക്കട്ടെ Lord. ദൈവത്തെ മിനിസ്റ്റർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. And let that be the means through which we minister to the Lord. പ്രൈസ് ചെയ്യാൻ നമ്മൾ കടപ്പെട്ടവരാ. We are obliged to praise the Lord. ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തെ മിനിസ്റ്റർ ചെയ്യുന്ന ദൈവപൈതൽ മിണ്ടാതെ വായടച്ചിരിക്കാനല്ല, ദൈവത്തിന്റെ മുമ്പിൽ സ്തുതി സ്തോത്ര യാഗങ്ങളാൽ അവനെ ആരാധിക്കണം. And when you minister to the Lord expects us to praise the Lord and worship Him. ഒന്ന് നമ്മുടെ ശരീരങ്ങളെ ആരാധനയായി സമർപ്പിക്കണം. And first is that we have to give our bodies holy and acceptable to the Lord. രണ്ടാമത് നമ്മുടെ സ്തുതിയും സ്തോത്രവും ദൈവത്തിന് പ്രസാദമാണ്, അതൊരു യാഗമായി സമർപ്പിക്കണം. And next is we have to give our worship and praises to the Lord as an offering to the Lord. അതും ദൈവത്തിന് പ്രസാദമായ യാഗമാണ്. And that is also pleasing offering to അതുകൊണ്ടല്ലേ the വചനം Lord. പറയുന്ന സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും പാടിയും കർത്താവിന് കൊടുത്തും എന്ന് പറഞ്ഞിരിക്കുന്ന വചനം ഇന്ന് പകൽ ദൈവത്തെ മിനിസ്റ്റർ ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാൻ തന്നിരിക്കുന്ന വളരെ സിമ്പിൾ മെത്തേഡാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ സ്തുതി അർപ്പിക്കാനുള്ള മനോഭാവം എന്ന് പറയുന്നത്. And that is why we know that worship and praise is the way through which we can please the Lord. മൂന്ന് പ്രാർത്ഥന. And third is prayer. അതുകൊണ്ടല്ലേ കർത്താവ് തന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചേ. And that is why the Lord Himself teaches us how ദൈവം to pray. ഇഷ്ടപ്പെടുന്ന ഒരു പ്രാർത്ഥന ഏതാണ്? That is the kind of prayer that the Lord pleases. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ നാം ദൈവത്തെ മിനിസ്റ്റർ ചെയ്യുകയാ. And when we say our Father in heaven, that is the way how we begin to minister the Lord. ഇത് മൂന്നും ഒരു ആരാധനയിൽ വന്നിരിക്കുന്ന ക്രിസ്ത്യൻ ആമേൻ ഒരു പൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിനുള്ള മിനിസ്ട്രിയാ. And if you are able to bring all these three things into your life, that is how you do the ministry of the Lord. ഒരു ചോദ്യം ചോദിച്ച് ഞാൻ ആ ഭാഗം നിർത്താം. There is one question that I would like to ask. ആരാധനയ്ക്ക് വന്നിട്ട് ഇത് മൂന്നും ചെയ്യാതെ ആരും പോകരുത്. Today you are here in this worship, you are obliged to do all these three things. ബാക്കി എന്തെല്ലാം ചെയ്താലും അതിനെല്ലാം അപ്പുറമാണ് ഈ മൂന്ന് കാര്യങ്ങൾ. And whatever the things that you do other than this, more than that, more importance is given to these three things. നിങ്ങൾ എത്ര കൊടുത്താലും സന്തോഷം, പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് ഇതാണ്. How much ever you give, it is good, but this is what the Lord expects from you. ആരാധനയ്ക്കകത്ത് വേണ്ടതും ഇത് മൂന്നുമാണ്. And in our worship also we need all these three things. Praise the Lord. Amen. Hallelujah. പഴയ നിയമത്തിൽ ദൈവത്തെ ആരാധിപ്പാൻ അവർ മൃഗങ്ങളെ കൊണ്ടുവരുമായിരുന്നു. And we know that in the Old Testament, in order to offer offerings, they had to bring animals. പക്ഷെ ന്യൂ ടെസ്റ്റ്മെന്റ് കവനന്റ് വിളിച്ചു പറയുന്നത് മൃഗത്തെ ഒന്നും കൊണ്ടുവരണ്ട, നീ നിന്നെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചാൽ മതി. But the covenant of the New Testament teaches us that we do not have to bring any animals. You just have to submit yourself to the Lord. സ്തുതിയും സ്തോത്രവും അർപ്പിച്ചാൽ മതി. You just have to give praises and worship to the Lord. കൂടിയ വലിയ ആരാധന ദൈവം ആഗ്രഹിക്കുന്നില്ല. There is no greater worship that the Lord desires from us. സ്തുതികൾക്ക് യോഗ്യനാണ് നമ്മുടെ കർത്താവ്. Because He is worthy of our praises. ആരാധനയ്ക്ക് യോഗ്യനായ അവൻ മാത്രമേ ഉള്ളൂ. And He is the one who is worthy for worship. സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ആമേൻ നമുക്ക് ഔദാര്യമായി കൊടുക്കാൻ കഴിയുന്ന കർത്താവിന് മാത്രമാണ്. And our worship and our praises we can only give liberally to the Lord. നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞതുപോലെ, പ്രിയ കർത്തദാസൻ പറഞ്ഞതുപോലെ, ഒരു പാർഷ്യൽ ആയിട്ടുള്ള വർഷിപ്പ് അല്ല. ആമേൻ ഹൃദയം തുറന്ന് പൂർണ്ണമായി, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. And so today as we heard before, not the partial worship, it is about how we render our hearts to the Lord and worship Him with our complete mind. ഒരു പ്രത്യേകത കൂടെ അവിടെ പറഞ്ഞു നിർത്താം. There is one more peculiarity here. ഒരു വ്യക്തി കോൺഗ്രിഗേഷണൽ മിനിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് നിശ്ചയമായും കർത്താവിന് മിനിസ്ട്രി ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം
കോൺഗ്രിഗേഷനെ മിനിസ്റ്റർ ചെയ്യണം. Before a person ministers in front of the congregation, he first has to minister in front of the Lord. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, മണിക്കൂറുകൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നിട്ടാണ് ഞാൻ ഇത് പ്രാപിച്ചതെന്ന്. We've heard people say that I've sat in the presence of the Lord for many hours before I received this from the Lord. ആ പ്രാപിച്ചതിനും അത് കൊടുത്തതിനും വിലയുണ്ട്. അത് വളരെ ശക്തവും അത് വളരെ പ്രവർത്തന നിരതവുമായിരിക്കും. And there was a cost that we had to give in order to receive it, and that is going to be of great strength to the people. അറിവിലും കഴിവിലും ശക്തിയിലും മറ്റ് മെറ്റീരിയൽസിലും ഒക്കെ നമുക്ക് ആശ്രയിക്കാം. We can depend on our talents, we can depend on the materials that we have. പക്ഷെ അതിലെല്ലാം വലുതാണ് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാപിക്കുന്ന വചനങ്ങൾ. But beyond that, or the strength of what we receive from the Lord is more precious. എന്നിട്ട് കോൺഗ്രിഗേഷന് കൊടുക്കൂ, അത് വലിയ വിടുതലായി മാറും. And after this, we have to give out to our congregation, and that will be of great deliverance to the people. Praise the Lord. Amen. ആരായിരുന്നാലും, പാസ്റ്റർ ആയിരുന്നാലും, മിനിസ്റ്റർ ആയിരുന്നാലും, ലേ മാൻ ആയിരുന്നാലും, ആരായാലും ദൈവവചനം ആയി നിൽക്കുന്നതിന് മുമ്പ്, ജനത്തെ മിനിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് ദൈവത്തെ മിനിസ്റ്റർ ചെയ്യാൻ മറന്നു പോകരുത്. ഇന്ന് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു സംഭവം, ആർക്കും വെർട്ടിക്കലായുള്ള കണക്ഷൻ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്, പക്ഷേ ഹൊറിസോണ്ടൽ കണക്ഷൻ വളരെ കുറവാണ്. Am I right? തിരിച്ചാന്ന് പറഞ്ഞത്, ഓപ്പോസിറ്റ് റൈറ്റ്? യാ, ഹൊറിസോണ്ടൽ കണക്ഷൻ നമുക്കുണ്ട്, പക്ഷെ നമുക്കില്ല. പക്ഷെ വെർട്ടിക്കൽ കണക്ഷൻ നമുക്ക് ഒത്തിരിയുണ്ട്. So we have to remember that before we minister to the congregation, we have to minister to the Lord. And what we see right now is that there is the vertical connection that we have, but horizontal connection is often ഞാൻ ഇങ്ങനെ missing. പറഞ്ഞ ഭാഗം നിർത്താം. നമ്മുടെ വെർട്ടിക്കൽ കണക്ഷൻ ആമേൻ സ്ട്രോങ് ആക്കിയിട്ട് വേണം നമ്മുടെ ഹൊറിസോണ്ടൽ കണക്ഷൻ. I would like to conclude by saying that first we have to strengthen our vertical connection with the Lord, and then we have to improve our horizontal connections. വളരെ കുറഞ്ഞു പോകുന്ന ഒരു കാലഘട്ടമാണ്. It is a time, now is a time when it is very less. പക്ഷേ ഭക്തന്മാരെ, ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, നമുക്ക് കർത്താവിനെ മിനിസ്റ്റർ ചെയ്യുന്നവരായിരിക്കണം. But to us, people of the Lord who are righteous, we have to first minister to the Lord. ഒറ്റ കാര്യം കൂടെ പറഞ്ഞു നിർത്തുന്നു. I would like to mention one more thing before ഇങ്ങനെയുള്ള I conclude. ആരാധനയുടെ പ്രത്യേകത, What is the peculiarity of this kind of worship? ഇവിടെ വായിച്ച വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, That is what we read in this verse. 2 അവസാനത്തെ ഭാഗം, വേഴ്സ് 2 അവസാന ഭാഗത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു. And that is why we see in verses 2 that the Holy Spirit spoke to them. പരിശുദ്ധാത്മാവ് അവരോട് സംസാരിച്ചു. And we see that the Holy Spirit spoke to them. നിങ്ങൾ 1-ാം വാക്യം വായിച്ചപ്പോൾ അവരുടെ ഇടയിൽ പ്രവാചകന്മാരുണ്ടായിരുന്നു, ഉപദേഷ്ടക്കന്മാരുണ്ടായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. And in verses 1 we see that there were preachers, there were prophets, there were teachers among them. എത്ര ആളുകൾ ഉണ്ടായാലും Irrespective of how many people are there, പരിശുദ്ധാത്മാവ് പറയുന്നതിൻ്റെ അത്ര ആർക്കും പറയാൻ പറ്റത്തില്ല. no one can say anything more than what the Holy Spirit speaks. ഞാൻ ദൈവാത്മാവിൽ ഇങ്ങനെ ചിന്തിച്ച് എന്തുകൊണ്ട് ദൈവത്തിന് പ്രവാചകനെ ഉപയോഗിച്ചാൽ പോരായിരുന്നു? And I was thinking about why the Lord did not use a prophet in this അവിടെ ഇരുന്ന് incident. ഉപദേഷ്ടക്കന്മാരെ ഉപയോഗിച്ചാൽ പോരായിരുന്നു? Why didn't the Lord use the teachers among them? എന്നാൽ ഇവിടെ പറയുന്നു ഹോളി സ്പിരിറ്റ് അവരോട് സംസാരിച്ചുവെന്ന്. But here we see that the Holy Spirit spoke to them. ഉപവാസത്തോടും പ്രാർത്ഥനയോടും ആയിരുന്ന ഒരു കൂട്ടം ജനമാവര്. Because there were a group of people who were in fasting and prayer. വേഴ്സ് 2 എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ആമേൻ ഹല്ലേലൂയ, ആമേൻ. വേഴ്സ് 2 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ. And we say that as they ministered to the Lord and fasted. പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ഏറ്റവും വലിയ പ്രയോജനം പ്രവാചകനോ ഉപദേഷ്ടാവിനോ അല്ല, നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവാണ്. And here we see that the importance of fasting and prayer is not that prophets or teachers will speak to us, but the Holy Spirit himself will speak to us. ഒന്നുകൂടി ഇങ്ങനെ പറയാം, പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്ന ദൈവ പൈതലേ, നിന്റെ ആരാധനയുടെ മധ്യത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങും.
And in other words, I would say that to the child of God who prays and to the child of God who fasts, the Holy Spirit will come in the midst of your prayer. പരിശുദ്ധാത്മാവ് ജനത്തോട് സംസാരിക്കും. The Holy Spirit will speak to the people of God. ഓ പ്രൈസ് ദി ലോർഡ്. ഇന്നും ആ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിലുണ്ട്. And today also this Holy Spirit is there in our midst. എത്ര പാസ്റ്റേഴ്സ് പ്രസംഗിച്ചാലും എത്ര പ്രവാചകന്മാർ ദൂത് പറഞ്ഞാലും അത് വന്ന വഴിയെ പോകും. എന്നാൽ ഇന്ന് പകൽ വിളിച്ചു പറയട്ടെ, പരിശുദ്ധാത്മാവാണ് നിന്നോട് സംസാരിക്കുന്നതെങ്കിൽ അത് ഉവ്വ് ഉവ്വ്, ഇല്ല എങ്കിൽ അത് ഇല്ല എന്ന് തന്നെയാണ്. So let me remind you that if it is the Holy Spirit that speaks to you, if it's a yes, it's going to be a yes, and if it is a no, it is going to be a no. അപ്പോൾ നിങ്ങൾ എന്നോടൊരു ചോദ്യം ചോദിക്കും. So then you can ask me a question back. എങ്ങനെയാ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്? How will the Holy Spirit speak? എങ്ങനെ പരിശുദ്ധാത്മാവ് സംസാരിക്കും? How will the Holy Spirit speak? എത്ര പേർക്ക് അറിയാൻ താല്പര്യമുണ്ട്? How many of you desire to know? പ്രവാചകൻ അവിടെ ഉണ്ട്, ഉപദേഷ്ടാവുണ്ട്, ദൈവത്തിൻ്റെ ഭക്തന്മാരുണ്ട്. നിങ്ങൾക്കറിയാമോ അതിൻ്റെ 12:25 ബർന്നബാസും ശൗലും അവരുടെ ശുശ്രൂഷ നിവർത്തിച്ച ശേഷം മർക്കോസ് എന്നും അരുപോലുള്ള യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് യെരൂശലേം വിട്ട് മടങ്ങിപ്പോന്നു, ഇവിടേക്ക് വന്നു, അവരുമുണ്ട്. So we see that there were prophets, there were teachers, there was Saul, Barnabas, and so many people. ഇത്രയും പേരുണ്ടായിരുന്നിട്ടും പരിശുദ്ധാത്മാവ് എങ്ങനെ അവരോട് പറഞ്ഞേ? But even though these many people were there, why did Holy Spirit speak to them? അറിയാൻ താല്പര്യമില്ലേ? Do you want to know why? കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ അടുത്ത ആഴ്ച നമ്മളത് പ്രസംഗിക്കുന്നതായിരിക്കും. Praise the Lord. എങ്ങനെ പരിശുദ്ധാത്മാവിന് നമ്മോട് സംസാരിക്കാൻ? How can the Holy Spirit speak to us? യെസ്, ഇന്നും പരിശുദ്ധാത്മാവ് ഇവിടെയുണ്ട്. Even today, the Holy Spirit is in our midst. വിശ്വസിക്കുന്ന ദൈവമക്കൾ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. If you believe that, praise the Lord. ഇന്ന് പകൽ ഞാൻ പ്രാർത്ഥിച്ച് നിങ്ങളെ ഏൽപ്പിക്കും, നിങ്ങൾ പോകുന്ന വഴിക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും. And today I pray that the Holy Spirit will speak to you as you travel. മനുഷ്യൻ പറഞ്ഞ ഒരു ദൂത് ശരിയാണോ തെറ്റാണോ എന്നറിയാൻ നിങ്ങൾ പ്രവാചകന്റെ അടുത്ത് പോകേണ്ടതായിട്ട് വരും. And here you know that in order to know what has been spoken, you have to go to a prophet. ആ പ്രവാചകൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നറിയാൻ വേറൊരു പ്രവാചകന്റെ അടുത്ത് പോകും. And then in order to know what he has said is right or wrong, you have to go to another prophet. എൻ്റെ പിതാവ് ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. I've heard my father say, ഒരു പ്രവാചകൻ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ചർച്ചിൽ വന്നാൽ അവൻ ആദ്യം അദ്ദേഹം മുഖം നോക്കാതെ ദൂത് പറയും. if a prophet comes to your church, irrespective of who you are, he'll give you the message. സെക്കൻഡ് ടൈമിൽ അതേ പ്രവാചകനെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ചർച്ചിൽ വിളിച്ചാൽ അദ്ദേഹം മുഖം നോക്കി പ്രവചിക്കും. And if you call him the second time, he will look at who you are and then prophesy. മൂന്നാമതും അതേ പ്രവാചകനെ നിങ്ങളുടെ വീട്ടിലോ ചർച്ചിലോ വിളിച്ചാൽ അദ്ദേഹം വിളിക്കുമ്പോൾ നിങ്ങളുടെ സഭയിലെ ഏതെങ്കിലും ഒരു വിശ്വാസിയുടെ വീട്ടിലായിരിക്കും. And if you call him the third time, you will know that he is in a different house of your church. ഇതാണ് പ്രവാചക ശുശ്രൂഷയുടെ ഇന്നത്തെ പ്രശ്നം. And this is the problem of prophetical ministry today. ഞാൻ ഒന്നുകൂടെ വിളിച്ചു പറഞ്ഞു, ഞാൻ പ്രവചനത്തിനെതിരല്ല. Today let me remind you that I am not against prophecy. സത്യത്തിലും ആത്മാവിലും നിന്ന് വിളിച്ചു പറയുന്ന പ്രവാചകന്മാർ നമ്മുടെ കാലഘട്ടത്തിലുമുണ്ട്. There are prophets who give the message of the Lord in truth and spirit. പക്ഷേ ഇന്ന് പകൽ ഞാനൊരു വാക്ക് പറയട്ടെ. But let me remind you one thing today. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത് പോലെ കൃത്യവും വ്യക്തവുമായ ദൂത് വേറെ ഒന്നുമില്ല. How the Holy Spirit speaks to us, there is nothing more clearer or more better than that. അതിനപ്പുറം വേറൊന്നുമില്ല. There is nothing beyond that. അത് മാത്രം കേൾപ്പാൻ ഏൽപ്പിച്ചു കൊടുക്കുക. Let us humble ourselves so that we can hear from the Holy Spirit. പ്രാർത്ഥിക്കാം. Let's pray.